ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ അടുത്തുള്ള മാർക്കറ്റിലോട്ടാണ് കേട്ടോ. നമ്മളിവിടെ ശനിയാഴ്ച ദിവസങ്ങളിലും ബുധനാഴ്ച ദിവസങ്ങളിലാണ് മാർക്കറ്റ് വരുന്നത്. അപ്പം നമ്മൾ പോകുന്നത് വെച്ചാൽ ശനിയാഴ്ച മാർക്കറ്റിലോട്ട് കേട്ടോ. അപ്പം ശനിയാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റിൽ പോകാറുള്ളത്. ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മളങ്ങനെ പോകാറില്ല. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഇതായതുകൊണ്ട് നമുക്കിതാണ് എളുപ്പം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പൂക്കളൊക്കെ വിൽക്കുന്നവർ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തേങ്ങ. ഇവിടെ തേങ്ങയ്ക്കൊക്കെ ആണെങ്കിൽ 2 എണ്ണം 50 രൂപ കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ എത്ര റേറ്റ് എന്ന് എനിക്കറിയില്ല, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. പിന്നെ പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. കുറച്ച് നമ്മുടെയൊക്കെ ആവശ്യമുള്ള നമ്മുടെ സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത് പച്ചക്കറിക്ക്. പിന്നെ ഇങ്ങനെ ഇതുകൊണ്ട് നമ്മുടെ ഇവിടെ എന്താണോ ഇവിടെ ഇപ്പോൾ സീസൺ എന്ന് വെച്ചാൽ സാധനം സീസൺ അനുസരിച്ചാണ് ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മാംഗോ, ഞാവൽ, പിന്നെ പേരയ്ക്ക, ചക്ക, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സീസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ വഴിയോരങ്ങളിലെല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ അടുക്കി വെച്ചു. പിന്നെ സവോളയൊക്കെ ആണെങ്കിൽ ഇവിടെ 5 കിലോയ്ക്ക് 100 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ സവോളയ്ക്ക് എന്താ വിലയൊന്നും എനിക്കറിയില്ല. പിന്നെ തക്കാളിയൊക്കെ ആണെങ്കിൽ 1 കിലോ 40 രൂപ, കിഴങ്ങൊക്കെ ആണെങ്കിൽ ആ റേഞ്ചൊക്കെ വരത്തുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് സാധനമെല്ലാം വാങ്ങിച്ചു, നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇപ്പം ഇവിടെ 60 രൂപയേ ഉള്ളൂ 1 കിലോ മാങ്ങയ്ക്ക്. ഇപ്പം മാങ്കോയുടെ സീസൺ കഴിയാറായല്ലോ, അപ്പോൾ അതിൻ്റെ സീസണിൽ വില കുറഞ്ഞു. പിന്നെ ഇങ്ങനെ വഴികളിലെല്ലാം മുട്ട ഒരു ട്രെയിലാക്കി വെച്ചേക്കുന്നത് 30 മുട്ടയ്ക്ക്. ആ മുട്ടയുടെ വില അനുസരിച്ചാണ്, ആ സമയത്തുള്ള അനുസരിച്ചാണ് ഇവിടെ മുട്ട. പിന്നെ നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വെണ്ടയ്ക്ക വാങ്ങിച്ചു, പയർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മളിവിടെ വീണ്ടും ഫ്രണ്ടിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ ഇവിടെ എല്ലാം പച്ചക്കറി നമുക്ക് ഏത് കട വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു അക്കയുണ്ട്, അക്കയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. ഇവിടെ ഏറ്റവും എടുത്ത് പറയുകയെന്ന് വെച്ചാൽ ഇവിടെ രാത്രി എന്നില്ലാതെ ഇവിടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് മാർക്കറ്റിൽ വിൽക്കുന്നതെന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് ആവശ്യമുള്ള വീട്ടിലോട്ട് ആവശ്യമുള്ള അല്ലറ ചില പാത്രങ്ങൾ അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഇവിടെ ഒരു 12 പഴത്തിനങ്ങാണ്ട് 120 രൂപ കേട്ടോ. വെറും 12 പഴത്തിന്. പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പോയി കഴിഞ്ഞത്തേനും കണ്ടോ ഞാവലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചാൽ. ഞാവലിന് ഇവിടെ ആണെങ്കിൽ 120 രൂപ. പിന്നെ നമ്മളിവിടെ വെറുതെ കളയുന്നൊരു സാധനമാണ് ഓമയ്ക്ക. ഓരോ ജില്ലയിൽ ഓരോ പേരാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതുപോലെ തന്നെ നാരങ്ങ ഒരു ബൗളിലാക്കി വെച്ചേക്കും, അതിന് 50 രൂപയും 60 രൂപയും. പിന്നെ ചീര, പുതിന, അങ്ങനെ ചുമന്ന ചീര, വെള്ളച്ചീര, അങ്ങനെ കുറേ. പിന്നെ കറിവേപ്പില ഒരു വലിയൊരു തണ്ടിന് 10 രൂപ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കവറിൽ കെട്ടി വെച്ചേക്കുന്നതിന് 10 രൂപയുള്ള ഓരോ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച്. അല്ല നമ്മളിപ്പോൾ ഒരു പയർ വാങ്ങിച്ചു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ചക്കയൊക്കെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ പുറത്ത് വെച്ച് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ അവർ പറയുന്നതനുസരിച്ച് എടുത്ത് തരാം. അല്ലെങ്കിൽ ബോക്സാണ് കേട്ടോ. ബോക്സിന് പറഞ്ഞ പോലെ 120 രൂപ 100 രൂപയൊക്കെയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ ഇപ്പം മാംഗോയുടെ റേറ്റ് താന്നു കേട്ടോ. കാരണം ഇപ്പം മാംഗോ സീസൺ കഴിയാറായതുകൊണ്ട് ഇപ്പം 1 കിലോ 60 രൂപയ്ക്കായി കിട്ടും ചില സ്ഥലങ്ങളിലൊക്കെ. പിന്നെ പേരയ്ക്ക, ആപ്പിള്, അതെല്ലാം കൂടെ ഇതാക്കി വെച്ചു. പിന്നെ നമ്മൾ പോയെന്ന് വെച്ചാൽ ലാസ്റ്റ് എനിക്ക് കുറച്ച് 2-3 കമ്മലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിപ്പെട്ട. അപ്പോൾ ഇങ്ങനെ ഒരു ചേച്ചി വിൽക്കുന്ന കടയും കണ്ടപ്പോൾ നമ്മൾ കയറി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. വാങ്ങിച്ചു നമ്മൾ തിരിച്ചെന്ന് വീട്ടിലേക്ക് പോന്നു. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളിലൊക്കെ വാങ്ങിച്ചു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.